എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 7ാം ദിവസമാണ്. കാളരാത്രി അല്ലെങ്കിൽ കാലരാത്രി എന്ന് പറയുന്ന ദുർഗാദേവിയുടെ ഭാവമാണ്. കാലരാത്രി പ്രളയശേഷമുള്ള അന്ധകാരമാണ് കാളരാത്രി. സൃഷ്ടിക്ക് മുൻപുള്ള അനിവാര്യമായ തപസ്. ദുർഗയുടെ ഒരു മൂർത്തി കൂടിയാണ് കാളരാത്രി. യമൻ്റെ സഹോദരിയായും കണക്കാക്കുന്നു. ഇപ്പോൾ ദുർഗയുടെ ഉഗ്രമൂർത്തിയാണെന്ന് പറഞ്ഞു. കാളരാത്രി അത് ഏറ്റവും ഭയാനകവും അതുപോലെ തന്നെ കറുത്ത, കാല എന്ന് വെച്ചാൽ ഭയാനകവും കറുത്ത എന്ന അർത്ഥവും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഭയാനകമായ രാത്രിക്ക് കറുത്ത രാത്രി എന്ന് പറയാറുണ്ട്, കാളരാത്രി എന്ന് പറയാറുണ്ട്. അപ്പോൾ ദുഷ്ടനിഗ്രഹത്തിനായി ദുർഗാദേവി ഏറ്റവും രൗദ്രമായ രൂപം ധരിച്ചതാണ് കാളരാത്രി അല്ലെങ്കിൽ കാലരാത്രി എന്ന് പറയുന്നത്. ദേവി ബാഹു ഉള്ളവളാണെന്ന് വെച്ചാൽ 4 കരങ്ങളോട് കൂടിയവളാണ്. അതുപോലെ ദേവിയുടെ വലത്തെ കൈ എപ്പോഴും ഭക്തന്മാരെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദേവിയെ ഭജിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിർഭയത്വം, ക്ഷമ. അപ്പം അതുപോലെ തന്നെ ക്ലേശം, ഭയം ഇവയൊക്കെ ഒഴിവാക്കുന്നത് കൊണ്ട് ദേവിക്ക് ശുഭങ്കരി എന്നൊരു പേരുണ്ട്. ശുഭത്തെ തരുന്നവൾ, നമ്മുടെ എല്ലാം ഭയമില്ലാതാക്കുന്നവളാണ് കാലരാത്രി ഭാവം. അതുപോലെ ദേവി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച ഏറ്റവും രൗദ്രമായ രൂപമാണെന്ന് പറഞ്ഞു. ദേവിയാണ് ചണ്ഡമുണ്ടന്മാരെയും രക്തബീജാസുരനെയും ഒക്കെ വധിച്ചത്. അപ്പം ദേവിയുടെ ധ്യാന ശ്ലോകം അപ്പം നമുക്ക് കിട്ടുന്ന എന്താണ്, ഏറ്റവും ഏത് ദുഷ്ട കൂട്ടത്തിൽ ചെന്ന് പെട്ടാലും നമ്മളെയൊക്കെ അവിടെ നിന്നൊക്കെ ദേവി രക്ഷിച്ചോളും. അതായത് ദുഷ്ടനിഗ്രഹം, നമ്മളിലെ ദുഷ്ടന്മാർ ആരെങ്കിലും നമ്മളെ, അതായത് നമ്മളിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അമ്മ വന്ന് നമ്മളെ രക്ഷിക്കും. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഭയമില്ലാതാക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യവും ബലവും എല്ലാം നമുക്ക് തരുന്ന ഒരു ദേവിയാണ് കാളരാത്രി അല്ലെങ്കിൽ കാലരാത്രി എന്ന് പറയുന്നത്. അമ്മയുടെ ധ്യാന ശ്ലോകം ഇതാണ്: കരാളരൂപ കാളാബ്ജ സമാനാകൃതി വിഗ്രഹ കാളരാത്രി ശുഭം ദദ്യാത് ദേവി ചണ്ഡാട്ടഹാസിനി യാ ദേവി സർവഭൂതേഷു മാം കാലരാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇതോടൊപ്പം തന്നെ നമ്മൾ ചൊല്ലേണ്ട നാമം: പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനീ ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിതാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത, ഉക്ത്യാനേത്യാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന, അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യഗതോരണേ, വിഷമേ ദുർഗമേ ചൈവ ഭയാർത്ഥ ശരണം ഗത, ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ, നാപദം തസ്യ പശ്യാമി ശോകദുഃഖ ഭയം നഹി, യസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തോഷാമൃദ്ധി പ്രജായതേ. അപ്പോൾ നമ്മൾ ദിവസവും ഈ നവദുർഗകളെ വർണ്ണിച്ചുകൊണ്ടുള്ള ഈ സ്തോത്രങ്ങളും ജപിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഓരോ ദേവിയുടെയും ധ്യാന ശ്ലോകം ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അതുപോലെ ഒരു ദിവസം നമുക്ക് മിസ്സായിപ്പോയാൽ 9 രാത്രികളിലും 9 സന്ധ്യയ്ക്കും നമുക്കിത് ഏതെങ്കിലും ഒന്ന് ചൊല്ലാൻ വിട്ടുപോയാലും ഈ നവദുർഗാസ്തുതി, നവദുർഗകളെ വർണ്ണിക്കുന്ന ഈ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഈ സ്തോത്രങ്ങൾ ചൊല്ലിയാൽ നമുക്ക് വളരെ ശുഭമാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ ദേവിമാരെ, ഈ കാലരാത്രി എന്ന് പറഞ്ഞ് കാളി സ്വരൂപമാണ്, അമ്മയുടെ കാളി സ്വരൂപം. എല്ലാവർക്കും ഭയം ഉണ്ടാക്കുന്ന ഒരു രൂപമാണ് കാളി, ഭദ്രകാളി എന്ന് പറഞ്ഞാൽ. അപ്പം അമ്മയ്ക്ക് വേണ്ടത് എന്താണ്? ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന, അതുപോലെ തന്നെ കടും പായസം, ശർക്കര പായസം ഒക്കെയാണ് അമ്മയ്ക്കിഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മൾ കാളി ക്ഷേത്രങ്ങളിൽ നമ്മളെന്താ കൊടുക്കുന്നത്? നമ്മൾ കടുംപായസമാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കടുംപായസം വെക്കാമെങ്കിൽ നമുക്ക് വിളക്കത്ത് കടുംപായസം വെക്കാം, ശർക്കര പായസം വെക്കാം. അതൊക്കെ പറ്റുന്ന പോലാണ്. ദിവസവും ഇവിടെ ഓരോ നിവേദ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് വെച്ച് പൂജിക്കാനുള്ള സൗകര്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല. പിന്നെ ഇതൊക്കെ കൊടുത്താൽ നല്ലതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേവിക്ക് ഇഷ്ടമുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ ഒരു നാമം ജപിച്ചാൽ മതി. നമ്മൾ ഭക്തിയോടെ, വിശ്വാസത്തോടെ, ഏകാഗ്രതയോടെ, അതാണ്, കുളിച്ച് ശുദ്ധമായി വിളക്ക് കത്തിച്ച് അമ്മയുടെ ഒരു നാമം ജപിച്ചാലും അമ്മയ്ക്ക് തൃപ്തിയാണ്. അമ്മയുടെ മക്കളല്ലേ, അമ്മയുടെ മക്കൾ എന്ത് ചെയ്താലും അമ്മയ്ക്ക് ഇഷ്ടമാണ്. എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കാര്യങ്ങൾ. അപ്പം നല്ല പ്രവൃത്തി ചെയ്യുന്ന മക്കൾ അമ്മയുടെ മുമ്പിൽ നമ്മളെന്താണ്? കുഞ്ഞു മക്കളാണ്.
അപ്പോൾ അമ്മ ദുർഗാദേവി എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. അപ്പോൾ അമ്മ വീട്ടിൽ വന്നിരിക്കുമ്പം നമ്മൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന അമ്മ എപ്പോഴും നമ്മളെ പുഞ്ചിരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണം. അപ്പോൾ അമ്മയുടെ മുഖത്തെ ആ സന്തോഷഭാവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കുക. അമ്മയ്ക്ക് മധുരം കൊടുക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്ത് വേണേലും കൊടുക്കാം. അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം. നമുക്കറിയാമല്ലോ ഒരു അതിഥി വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത്. ആ അതിഥി നമ്മുടെ അമ്മ കൂടി ആകുമ്പോഴും നമ്മളൊരു അതിഥി വന്നാൽ എന്തെല്ലാം കൊടുക്കും. അപ്പോൾ ആ അതിഥിയെ സന്തോഷിപ്പിക്കാൻ. അപ്പോൾ നമ്മുടെ അമ്മയാണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല അമ്മയ്ക്ക് എന്തോ കൊടുത്താലാണ് അമ്മയ്ക്ക് സന്തോഷം വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് മക്കൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം അമ്മയ്ക്ക് കൊടുത്താൽ അമ്മയ്ക്ക് തൃപ്തിയാണ്. പിന്നെ അമ്മ ഇതെല്ലാം മക്കൾ തരുന്നത് നോക്കിയിരിക്കുന്നതൊന്നുമല്ല. പക്ഷേ അമ്മയെ സ്നേഹത്തോടെ വിളിക്കുക, അമ്മയെ ആദരവോടെ വിളിക്കുക, അമ്മയെ പൂജിക്കുക, അമ്മയെ ഉപാസിക്കുക. അതാണ് അമ്മയ്ക്ക് വേണ്ടത്. ഭക്തിയോടെ, വിശ്വാസത്തോടെ, ഏകാഗ്രതയോടെ അമ്മയുടെ നാമം ജപിക്കുക, ഒരു നെയ്ദീപം കത്തിച്ച്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കാളരാത്രി മാതാവ്, കാളരാത്രി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.